وأصحابها وعلى آله وصحبه وسلم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أبرئ نفسي إن النفس لأمارة بالسوء. صدق الله مولانا العظيم. സർവാദരണീയരായ സംസാറുള്ള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രേക്ഷകർ, ഒന്നിരായ സയ്യിദന്മാർ, സാദാത്തുക്കൾ, പ്രിയം നിറഞ്ഞ റേഡിയോ ശ്രോതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു വീട്ടിലും നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്ത് സവാബ് ഇരട്ടിയാക്കപ്പെടുന്ന അമലുകളിൽ അല്ലാഹു ഇതൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളിൽ, സജ്ജനങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രസക്തമായൊരു വിഷയമാണ് നിങ്ങളുമായി വളരെ കുറഞ്ഞ സമയം കൊണ്ട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് സംസാറുള്ള ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ അമീൻ കൊട്ടിക്കര സാഹിബിൻ്റെ ക്വിസും അതിനുശേഷം സജീവമായ ആദർശ പഠന ചർച്ചയൊക്കെ വരാനുണ്ട്. ഏതായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നല്ലത് പറയാനും കേൾക്കാനും ഇത് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. മനുഷ്യൻ എക്കാലത്തും സന്തോഷിച്ച് ജീവിക്കാനാണ് ആഗ്രഹിക്കാറുള്ളത്. അവൻ്റെ ഓരോ സമയവും ജീവിതത്തിൻ്റെ ഓരോ പ്രയാണവും സത്യം പറഞ്ഞാൽ അത് സന്തോഷിക്കാനാണ്. സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, മാനസിക വിഷമങ്ങളില്ലാത്ത, ടെൻഷനുകളില്ലാത്ത ഒരു വലിയ ലോകം. സത്യം പറഞ്ഞാൽ അത് ഇന്ന് പലരെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ്. ഒരാളെ കണ്ടുമുട്ടുമ്പോൾ സലാം ചൊല്ലി അയാളോട് സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ നമ്മളോട് നമ്മുടെ മുന്നിൽ വെക്കുക വല്ലാത്ത പൊറുതികേടിൻ്റെ, പ്രശ്നങ്ങളുടെ, പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെയൊക്കെ മാറാപ്പ് നമ്മളെയും കൂടി തലമ കയറ്റി വെച്ചിട്ടായിരിക്കും അയാൾ യാത്ര തിരിക്കുക. മനുഷ്യന് എല്ലാ സമയത്തും സമാധാനം ആഗ്രഹിക്കുന്നയാളാണ്. സ്വസ്ഥതയോടുകൂടി, സമാധാനത്തോടുകൂടി ജീവിതത്തെ കരുപിടിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ട മാർഗങ്ങൾ തേടി ലോകത്തിൻ്റെ എവിടെയെങ്കിലും ആ ഒരു രീതി ഉണ്ടോ എന്ന് തപ്പി നടക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ നമ്മുടെ മുമ്പിൽ വെക്കുന്നത് സൃഷ്ടി, സ്ഥിതി, സംഹാരകർത്താവായ പടച്ച തമ്പുരാനെ കുറിച്ചുള്ള കൃത്യമായ ഓർമ്മകൾ മനുഷ്യനെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കുമൊക്കെ നയിക്കും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളും ഒക്കെയാണ് ഹൃദയങ്ങൾക്ക് ശാന്തിയും സമാധാനവും പകരുക എന്ന മനോഹരമായ വാക്യങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടതാണ്. പക്ഷേ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ചെല്ലാൻ ശ്രമിക്കാറില്ല എന്നതാണ് ഏറെ ദുഃഖകരമായ കാര്യം. ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുകയാണ്. മനുഷ്യന്റെ ഒരു സ്വഭാവമുണ്ട്.
എപ്പോഴും അക്കരെ പച്ച കാണുക എന്നത്. ഒരാളൊരു കാറ് വാങ്ങിക്കഴിഞ്ഞാൽ എന്റെ കാറ് അവന്റെ പോലെ അല്ലല്ലോ, അല്ലെങ്കിൽ എന്നേക്കാൾ വിലപിടിപ്പുള്ള കാറാണല്ലോ അവന് വാങ്ങിയിട്ടുള്ളത്. അല്ലെങ്കിൽ അയൽവാസി ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ എന്നേക്കാൾ വലിയ കോടീശ്വരനായി, സമ്പത്ത് അധികമായി അവന് വലിയൊരു വീട് വെച്ചിരിക്കുകയാണ്, എന്തുകൊണ്ട് എനിക്കും പറ്റുന്നില്ല. അങ്ങനെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച കാണുന്ന ഒരു സ്വഭാവമാണ് മനുഷ്യന്മാർക്കുള്ളത്. എപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും മനക്കോട്ട് കെട്ടിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. അത് പിന്നീട് വലിയ അപകടങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടുപോയി നയിക്കുക. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഹൃദയമാണ്, മനസ്സാണ്. മനുഷ്യന്റെ 90% വരുന്ന കാര്യങ്ങളും മനസ്സിൽ നിന്നാണ്, അൺകോൺഷ്യസ് മൈൻഡ്, അതിൽ നിന്നാണ്. ബാക്കി 10% പുറമോടിയായിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയ സൃഷ്ടികർമ്മത്തെക്കുറിച്ച്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുഞ്ഞും ജനിക്കുന്നത് ഫിത്രത്തിന്റെ മേലാണ്. എന്താ ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ? പാപങ്ങളില്ലാത്ത, കളങ്കമില്ലാത്ത, കറയേൽക്കാത്ത വലിയൊരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഫിത്രത്ത് എന്നത്. പിന്നീട് അവനെ ഫിത്രത്തിന്റെ ഘട്ടത്തിൽ നിന്ന് മാറ്റി മറിക്കുന്നത് അവന്റെ സാഹചര്യങ്ങളാണ്. ഈ ഫിത്രത്ത് എല്ലാ സമയത്തും ഈ മനുഷ്യനിൽ നിക്ഷിപ്തമാണ്. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോഴും ആ ഫിത്രത്ത് വച്ചിട്ടുണ്ട്. ലാ തബ്ദീല ലിഖൽഖില്ല. ആ ഫിത്രത്തിനെ മാറ്റിക്കളയാൻ ആർക്കും സാധിക്കുകയില്ല. പക്ഷേ അടിസ്ഥാനപരമായ ഈ ഫിത്രത്തിന്റെ മുകളിലേക്ക് നമ്മുടെ തെറ്റുകളും നമ്മുടെ ചിന്തകളുടെ ഭാഗമായി വന്നു ചേർന്ന വലിയ കറകളും ഒക്കെ നമ്മുടെ ഫിത്രത്തിനെ ഇല്ലാതാക്കി തീർത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് സയ്യിദുനാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ. അമ്മാറത്ത് എന്നാണ് പറഞ്ഞത്, ആമിറത്ത് എന്നല്ല പറഞ്ഞത്, അമ്മാറത്ത്. ഒന്നുകൂടി അതിനെ പിന്നെ തഷ്ദീദ് ഒന്നുകൂടെ അതിന് കട്ടിക്കൂടിയിരിക്കും. മനസ്സെന്ന് പറയുന്നത് എല്ലാ സമയത്തും ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടേയിരിക്കും, എല്ലാ സമയത്തും. അള്ളാഹു തന്നിട്ടുള്ള ഈ ഫിത്രത്തിന്റെ ഘട്ടത്തിൽ നിന്ന് മാറ്റിമറിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ അതിന്റെ സഞ്ചാര വഴികളിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വരും. ഇത് കാലങ്ങൾക്ക് മുമ്പേ തന്നെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. ശാസ്ത്രവും സയൻസും സൈക്കോളജിയുമൊക്കെ പിന്നീടാണ് പറയുകയും ശരിവെക്കുകയും ഒക്കെ ചെയ്തത്. മനഃശാസ്ത്രത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പായ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിന്റെ അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്നത്, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, എല്ലാ പ്രതിസന്ധികൾക്കും, പ്രയാസങ്ങൾക്കും, ദുഃഖങ്ങൾക്കൊക്കെ കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരെ പഴിചാരാനാണ് ശ്രമിക്കാറുള്ളത്. മറ്റുള്ളവരെ പഴിചാരിക്കുന്നത് കൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ആരും പരസ്പരം സംസാരിക്കുമ്പോ പറയും അതിന് കുറ്റക്കാരൻ ഇവനാണ്,
അതിന് കുറ്റക്കാരൻ അവനാണ്. ഈ കുറ്റം സ്വയം ഏറ്റെടുത്തുകൊണ്ട് മനസ്സിനെ ആ ചിന്തയിൽ നിന്ന് മാറ്റിയെടുക്കലാണ് യഥാർത്ഥത്തിൽ സയ്യിദുന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തത്. സൈക്കോളജിയുടെ ഭാഗമായി പറയപ്പെടാറുണ്ട് മനുഷ്യന്റെ മനസ്സ് മങ്കി മൈൻഡ് ആണെന്ന്. കുരങ്ങന്റെ മനസ്സെന്ന് പറയാൻ കാരണം എന്താ? അതിനൊരു ഉദാഹരണം വെച്ചിട്ടാണ് സാധാരണഗതിയിൽ സൈക്കോളജിയുടെ ആളുകളൊക്കെ പറയാറുള്ളത്. കണ്ണടച്ചുകൊണ്ട് ഇപ്പൊ കുരങ്ങനെ പറ്റി ആലോചിക്കല്ലേ എന്ന് പറഞ്ഞാൽ ആദ്യം കണ്ണിന്റെ മുന്നിലേക്ക് സ്ക്രീനിലേക്ക് വരൽ കുരങ്ങനായിരിക്കും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, വലാ തഖ്റബാ ഹാദിഹി ഷജറ, ഒരിക്കലും അടുത്തു പോകരുത് കേട്ടോ, മരത്തിന്റെ അടുത്തേക്ക് പോകരുത് കേട്ടോ എന്ന് മഹാനായ സയ്യിദുന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർഭാഗ്യവശാൽ പഴം ഭക്ഷിച്ചു, അടുക്കരുത് എന്നാ പറഞ്ഞത്. അതങ്ങനെയാണ്. നമ്മൾ പല കാര്യങ്ങളും ചെയ്യൽ അങ്ങനെയാണ്. ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ ചെയ്യാറുള്ളൂ. ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുകയും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യാണ് ഖുർആൻ. വലാ തഖ്റബാ ഹാദിഹി ഷജറ, മരത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞപ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പോയിട്ട് ഭക്ഷിച്ചു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം അമ്പിയാക്കന്മാർ മഅ്സൂമീങ്ങളാണ്. പക്ഷെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പിന്നീട് ചെയ്തതോ അത് പരിശുദ്ധമായ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് മനോഹരമായിട്ട് തന്നെ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വാ ബീവിയെ കാണിച്ചുകൊണ്ട് ഇവളാണ് എന്നെ പ്രേരിപ്പിച്ചത് എന്നല്ല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. നമ്മളാണെങ്കിൽ എന്താ പറയാ? എന്തെങ്കിലും ഒരു തെറ്റ്, ചെറിയൊരു മിസ്റ്റേക്സ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ കുറ്റം പറയാനും അവന്റെ മേൽ പഴിചാരാനും ഇവനാണ് എല്ലാത്തിനും കാരണം, എന്റെ നഷ്ടങ്ങൾക്ക് കാരണം, എന്റെ പ്രതാപങ്ങൾ ഇല്ലാതാകാൻ കാരണം, എന്റെ സ്വത്തുകൾ ഇല്ലാതാകാൻ കാരണം, എന്റെ അഭിമാനം നഷ്ടപ്പെടാൻ കാരണം, എന്റെ ജീവിതത്തിലെ സർവ്വ സുഖങ്ങളും നഷ്ടപ്പെടാനുള്ള കാരണം ഇവനാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കലാണ് നമ്മൾ ചെയ്യാറുള്ളത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കുറ്റം സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. എന്താ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ ദുആ അല്ലേ? റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. എത്ര മനോഹരാണ്! കുറ്റം സ്വയം ഏറ്റുപറയാണ്. ഞാൻ തന്നെയാണ് അതിന്റെ കാരണക്കാരൻ, എന്റെ അടുത്ത് തെറ്റുപറ്റിയതിനുള്ള കാരണം, എന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടതിനുള്ള കാരണം, സന്തോഷമുള്ള ജീവിതം എനിക്ക് കിട്ടാതിരിക്കാനുള്ള കാരണം, സന്തോഷത്തിന്റെ വഴികൾ എന്നിൽ നിന്ന് അകലാനുള്ള അതിനുള്ള കാരണക്കാരൻ അത് ഞാൻ മാത്രമാണെന്ന തിരിച്ചറിവാണ് മഹാനായ സയ്യിദുന അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം നമ്മളോട് പറഞ്ഞത് അല്ലേ? മനുഷ്യന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും രക്തമോടുന്ന ധമനികളുള്ള, സിരകളുള്ള രക്തത്തിന്റെ സഞ്ചാരപാതകളിലൂടെയൊക്കെ പിശാച് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. എവിടെയും എല്ലായിടത്തും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ തെറ്റിനുള്ള പ്രധാനപ്പെട്ട കാരണക്കാരൻ നമ്മളാണ് എന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവനെ പഴിച്ചാരുന്നതിലല്ല കാര്യം. അതിന് മാതൃക ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. മൂപ്പര് പോയിട്ട് ഭക്ഷിച്ചതിന്റെ പേരിൽ ആരെയും കുറ്റം പറഞ്ഞില്ല, തൊട്ടു മുമ്പിലുള്ള ആളെ കുറ്റം പറഞ്ഞില്ല, അതിന് കാരണക്കാരിയായ സയ്യിദത്തുന ഹവ്വാ റളിയല്ലാഹു അൻഹായെ കുറ്റം പറഞ്ഞില്ല. നേരെ ദുആ ചെയ്യുകയാണ് ചെയ്തത്. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലേ? അപ്പോ ഇതുവഴി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടിയൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, വല്ലാത്തൊരു സമാധാനമാണ്. അങ്ങനെയാണല്ലോ, നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നല്ല ആളാണെങ്കിൽ അയാളുടെ അടുത്ത് പോയിട്ട് നമ്മൾ പറയും അല്ലേ? അതങ്ങോട്ട് പറഞ്ഞ് പ്രശ്നം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വല്ലാത്തൊരു സുഖമാണ്, മനസ്സിനൊരു സമാധാനമാണ്. എന്നെക്കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അയാളെ പറഞ്ഞ് തിരുത്തി കൊടുക്കല് എന്റെ ബാധ്യതയാണ്.
അത് തിരുത്തി അയാളുടെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു സുഖമാണ്, മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. ഫോർഗീവ്നെസ്, നമ്മൾ ആളുകൾക്ക് പുറത്തു കൊടുക്കുക. തെറ്റ് എന്റെ ഭാഗത്തായാലും മറ്റുള്ളവരുടെ ഭാഗത്തായാലും ഞാൻ എല്ലാത്തിനും പൊറുക്കാനും സഹിക്കാനും റെഡിയാണ് എന്ന വല്ലാത്തൊരു ബോധമാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോ അടിസ്ഥാനപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഈ ഫിത്രത്ത് അത് നഷ്ടപ്പെടാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് എടുത്തു കളയുക എന്നതല്ല, അതെടുത്ത് കളയുക എന്നതല്ല, അതിനെ ഇല്ലാതാക്കുന്ന തരത്തിൽ അതിന്റെ മുകളിലേക്ക് നമ്മുടെ മാനസികമായ അസുഖങ്ങൾ വളർന്നു വരിക എന്നതാണ്. അസൂയ, കുശുമ്പ്, ദേഷ്യം, അങ്ങനെ നമ്മുടെ വികാരതലങ്ങളെ തൊട്ടുണർത്തുന്ന വൈകാരികമായ ഇമോഷണലായ നമ്മുടെ ചിന്തകളും കാര്യങ്ങളും ഒക്കെ അടിസ്ഥാനപരമായ നമ്മുടെ ഈ ഫിത്രത്തിന്റെ മുകളിൽ വന്ന് കിടക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് നമുക്ക് നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുക? പിന്നെ എങ്ങനെയാണ് നമുക്ക് അടിസ്ഥാനപരമായ നിസ്കാരത്തിൽ ഖുളൂ ഉണ്ടാവുക? പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഇബാദത്തിൽ അതിന്റെ ഹലാവത്ത്, അല്ലെ, അതിന്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുക? ജീവിതത്തിൽ നമുക്കെങ്ങനെ മാധുര്യം അനുഭവിക്കാൻ പറ്റുക? ജീവിതം എങ്ങനെ സന്തോഷമുള്ളതാകുക? ഇല്ലല്ലോ. മനസ്സെപ്പോഴും ഇങ്ങനെ വിങ്ങിപ്പൊട്ടി വിറങ്ങലിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ മനസ്സിന്റെ സമാധാനം ഒരിക്കലും നമുക്കുണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അടിസ്ഥാനപരമായി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ ചീത്തയെ ഒഴിവാക്കി കഴിഞ്ഞാൽ അടിസ്ഥാനപരമായ ഫിത്രത്തിലേക്ക് നമുക്ക് ഉയർന്നു വരാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു ലോകമാണ് ഫിത്രത്തിലൂടെ നമുക്ക് നിർവഹിച്ചു തന്നിട്ടുള്ളത്. വലിയൊരു ലോകമാണ് ഫിത്രത്തിലുള്ളത്, അല്ലേ? സർ ആൽബർട്ട് ഐൻസ്റ്റീൻ ബുദ്ധിയുടെ 10% മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് കണ്ടെത്തൽ. പക്ഷേ അടിസ്ഥാനപരമായി മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല മെന്റൽ എബിലിറ്റി കൊടുത്തത് വളരെ വലുതാണ്, വളരെ വിശാലമാണ്. പ്രവിശാലമായ ഒരു ലോകമാണ് മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരുപോലെയാണ് കൊടുത്തിട്ടുള്ളത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. നല്ല രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫീ അഹ്സനി തഖ്വീം, അഫ്ളൽ തഫ്ളീൽ ഇട്ടിട്ടാണ് പടച്ച തമ്പുരാൻ പറഞ്ഞത്. ഏറ്റവും സുന്ദരമായ, ഏറ്റവും മനോഹരമായ രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ നടത്തിയിട്ടുള്ളത്, അല്ലേ? അപ്പൊ അതിനൊഴിവാക്കാൻ പറ്റൂല. അപ്പൊ അടിസ്ഥാനപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഫിത്രത്തിൽ ഒരു നല്ലൊരു ബുദ്ധി തന്നിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീന് പറയപ്പെടുന്നു 10%. ഇപ്പൊ അടുത്ത് വേറെ ആരോ ആൽബർട്ട് ഐൻസ്റ്റീന്റെ മുകളിലോട്ട് ഓവർടേക്ക് ചെയ്തു വന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയാണ് ഒരുപാട് നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒരു വലിയ നിക്ഷേപങ്ങളുടെ കലവറയാണ് ഫിത്രത്തിന്റെ ഘട്ടത്തിൽ നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനും ചിന്തിക്കാനും ആലോചിക്കാനും ഉൾക്കൊള്ളാനും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുമുള്ള കഴിവ് കിട്ടുന്നത് കുട്ടികൾക്കാണ്. അതെന്താ കാരണം? നമ്മൾ ഹിഫ്ള്, അല്ലെ, ഹിഫ്ള് കോളേജിൽ നമ്മളെ കുട്ടികളെ കൊണ്ടാക്കൽ എപ്പോഴാണ്? ഹിഫ്ള് കോളേജിൽ നമ്മളെ കുട്ടികളെ കൊണ്ടാക്കൽ ഒരു മദ്രസ 5ാം തരമൊക്കെ കഴിഞ്ഞ് SSLC ഒക്കെ കഴിയുന്നതിന് തൊട്ട് മുമ്പ്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ അടിസ്ഥാനപരമായ ഫിത്രത്തിൽ വളരുന്നൊരു കാലാണ്. അള്ളാഹു തന്നിട്ടുള്ള ഈ ഫിത്രത്തിൽ തെറ്റുകളുടെ ലോകത്തേക്ക് പ്രവേശിക്കാതെ, കളങ്കം ഏശാതെ, പോറൽ വീഴാതെ, കുത്തുകളും പുള്ളികളും വീഴാത്ത ബൈദായ ആ വലിയൊരു ലോകത്താണ് ഈ കുട്ടികളൊക്കെ കഴിഞ്ഞു പോകുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു കുട്ടിയെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവന്റെ കോൺസെൻട്രേഷൻ. ഒരു ചേരട്ട നിന്റെ നാട്ടിലൊക്കെ പറയും. തേരട്ട സഞ്ചരിച്ചു പോകുമ്പോ ആ കുട്ടി ആ തേരട്ടയുടെ ആ തേരട്ടയുടെ സഞ്ചാരത്തിനനുസരിച്ച് തലങ്ങനെ ചരിച്ചു പോകുന്നത് കാണാം, അല്ലെ? എന്തൊരു കോൺസെൻട്രേഷൻ ആയിരിക്കും എന്ന് പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായ ഫിത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നൽകിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഖുശൂഅ് നൽകിയിട്ടുണ്ട്, ഇബാദത്തിലേക്ക് വേണ്ട നമ്മുടെ തഖർറുബ് നൽകിയിട്ടുണ്ട്.
അള്ളാഹുവിനോടുള്ള ഇഷ്ടം നൽകിയിട്ടുണ്ട്. സഹജീവികളോട്, സഹചാരികളോട്, സഹകാരികളോട്, നമ്മളോടൊപ്പം വർത്തിക്കുന്ന ആളുകളോടൊക്കെയുള്ള ഇഷ്ടവും സ്നേഹവും ബഹുമാനവും ആദരവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചിട്ടുള്ള ഒരു വലിയ കലവറയാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. പക്ഷേ കാലക്രമേണ അതിനെ ഓവർകം ചെയ്തു വന്നു, അതിനെ ഓവർടേക്ക് ചെയ്തു വന്നു. എന്ത്? നമ്മുടെ അസൂയ, നമ്മുടെ ദേഷ്യം, നമ്മുടെ കുശുമ്പ്, നമ്മുടെ വേണ്ടാത്ത വിചാരങ്ങൾ, നമ്മുടെ ചിന്തകൾ ഒക്കെ അതിനെ ഓവർടേക്ക് ചെയ്തു വന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതിനൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ അടിസ്ഥാനപരമായ ഫിത്രത്തിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. പിന്നെ ആധുനിക മനഃശാസ്ത്രവും പറയുന്നത് അങ്ങനെയാണ്. അടിസ്ഥാനപരമായി ഞാൻ എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, എന്നെക്കുറിച്ചുള്ള ബോധം എന്റെ ബോധമണ്ഡലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രവാഹത്തിലായിരിക്കും അവൻ എന്നാണ്. അല്ലേ? ഞാൻ എന്താണെന്ന് അതുകൊണ്ടാണല്ലോ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇബാദത്തുകൾക്ക്, നമ്മുടെ ആരാധനകൾക്കൊന്നും അതിൻ്റെതായ ഒരു സുഖം, മാനസികമായ ഒരു സ്വസ്ഥത, ഒരു ടേസ്റ്റ് അത് കിട്ടാത്തത് അതുകൊണ്ടാണ്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. അല്ലേ? ആരെങ്കിലും സ്വന്തത്തെ അറിയുകയാണെങ്കിൽ, എന്താണ് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, എന്താണ് എന്റെ ധർമ്മം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഭൂമി ലോകത്ത് എനിക്ക് നിർവഹിക്കാനുള്ള ധർമ്മം എന്താണ്, ഞാൻ എവിടെ ചെന്ന് ചേരേണ്ടവനാണ് എന്ന ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്നെക്കുറിച്ച് മനസ്സിലാക്കിയാൽ, ഞാൻ എന്ന ബോധത്തിലേക്ക് വന്നാൽ, സ്വത്വബോധം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ, ഫഖദ് അറഫ റബ്ബ, പിന്നെ അല്ലാഹുവിനെ കുറിച്ച് അവൻ അറിഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ദുഃഖങ്ങളില്ലാത്ത ജീവിതമാണ് നമുക്ക് വേണ്ടത്. അല്ലേ? ആരെ കണ്ട് സംസാരിച്ചാലും അതാണ്, എപ്പോഴും പ്രശ്നമാണ്. കുടുംബത്തിലേക്ക് നോക്കിയാലും പ്രശ്നം, മക്കളെ കാര്യം ആലോചിച്ചാലും ടെൻഷൻ, പിന്നെ പ്രവാസികളാണെങ്കിൽ നാട്ടിലത്തെ കാര്യം ആലോചിക്കുമ്പോഴേക്ക് വിഷമം. ഇങ്ങനെയാണ്. എന്തിന് എപ്പോഴും നമുക്ക് ഓരോ പ്രശ്നങ്ങളും വേവലാതികളും പ്രതിസന്ധികളും ഒക്കെ പറയാനുണ്ടാകും ആരെ കാണുമ്പോഴും. മനഃശാസ്ത്രത്തിന്റെ പിന്നെ അതിന്റെ പുതിയ കണ്ടെത്തൽ പ്രകാരം ആരോടും പ്രശ്നങ്ങൾ പറയരുത് എന്നാണ്. ഇങ്ങനെ പറയരുത്, പറഞ്ഞാണ് എനിക്ക് അങ്ങനെ കഴിയില്ല, എങ്ങനെ കഴിയില്ല, എൻ്റെ അത് പ്രശ്നമാണ്, ഇത് പ്രശ്നമാണ്, ഒന്നും ആരോടും പറയരുത് എന്നാണ്. പക്ഷെ നമുക്ക് പിന്നെ നമ്മുടെ ഫിത്രത്തിന്റെ മുകളിൽ ഓവർകം ചെയ്തു വന്ന് നമ്മുടെ സ്വഭാവത്തിൽ വന്നു ചേർന്ന ചില സാഹചര്യങ്ങളുടെ ഭാഗമായിക്കൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതത്തെക്കുറിച്ചുള്ള ബോധം അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇബാദത്തുകൾക്ക്, നമ്മുടെ ആരാധനകൾക്ക്, നമ്മുടെ കർമ്മമുറകൾക്കൊക്കെ അതിനൊരു ചൈതന്യം ഉണ്ടാക്കാൻ കഴിയും. അല്ലെ? നമ്മളിങ്ങനെ പറയും, അതിപ്പോ അലി റളിയല്ലാഹു അൻഹു പിന്നെ നിസ്കാരത്തിൽ അമ്പ ചെയ്തപ്പോ അത് അവർക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും നമുക്ക് മാറാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ അടിസ്ഥാനപരമായി നമ്മുടെ ഉള്ളിൽ ഇത് നിക്ഷേപിച്ചു വച്ചിരിക്കുകയാണ്. ആ ഒരു വലിയ ലോകം, അതിന്റെ കീ നമ്മൾ ഏത് കാലത്താണോ അത് കീ ചെയ്ത് അത് തുറക്കുന്നത്, അത് ഓപ്പൺ ചെയ്യുന്നത്, അങ്ങോട്ട് തുറന്ന് കടക്കുന്നത്, അപ്പോഴാണ് നമ്മൾ ആ ലോകത്തിൽ എത്തിച്ചേരുക. അപ്പൊ അത് അലി റളിയല്ലാഹു അൻഹുവിന് അല്ലെങ്കിൽ സഹാബികൾക്ക് മാത്രമാണ് അത് കഴിയുക എന്നൊന്നും നമ്മൾ വെക്കേണ്ടതില്ല. അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യഥാർത്ഥമായ അല്ലാഹുവിലേക്ക് നമ്മൾ അങ്ങോട്ട് ലയിച്ചു കഴിഞ്ഞാൽ കുന്തു സമഅഹു അല്ലദീ അസ്മഉ ബിഹി, പിന്നെ അവൻ കേൾക്കുന്ന കേൾവിയൊക്കെ ഞാനാകും. അല്ലേ? അവൻ കാണുന്ന കാഴ്ചയൊക്കെ ഞാനാകും. അവനെ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് സഞ്ചരിച്ചെത്താൻ വളരെ കുറച്ച് സമയം മതി. അല്ലേ? അപ്പോ കലഹങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എപ്പോഴും കലഹം, കുടുംബത്തിലായാലും കലഹം, സമൂഹത്തിലായാലും കലഹം, ടെൻഷനുകൾ. അല്ലെ? ഓഫീസിൽ ചെന്ന ബോസിന്റെ വക ചീത്ത വേറെ, നാട്ടിലേക്ക് ഫോൺ ചെയ്യാൻ നേരത്തെ പൈസ അയക്കാത്തതിന്റെ പേരിൽ പെണ്ണുങ്ങളെ വക ചീത്ത വേറെ, കുട്ടീനൊന്ന് ഫോൺ വിളിച്ച് വർത്താനം പറയുമ്പോൾ കുട്ടീന്റെ വക റൈസാകല് വേറെ, സ്വന്തം റൂമിലുള്ള ആളുകളുടെ, സമൂഹത്തിന്റെ എല്ലാം കേട്ട് നമ്മളിങ്ങനെ കഴിയാണ്.
സത്യം പറഞ്ഞ ഇതിനൊക്കെ ഒരു മോചനം എല്ലാ കാലത്തും മനുഷ്യൻ ആഗ്രഹിക്കുന്നതാണ്. ടെൻഷനുകളില്ലാത്ത സുഖമായ സ്വസ്ഥമായ ഒരു ജീവിതം. അതാണ് പിന്നെ പണ്ടൊരു കുട്ടി പിന്നെ അച്ഛനോട് ചോദിച്ചത്രേ, ഈ ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായത് എങ്ങനെയാണ്? നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായത് എങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറയാൻ തുടങ്ങി. ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായതിന്റെ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കുമ്പോഴേക്ക് കുട്ടിന്റെ അമ്മ ഇടപെട്ടു. അമ്മ ഇടപെട്ടുകൊണ്ട് കുട്ടീനോ അച്ഛനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് കുന്ത തിരിയ, ഒരു സാധനം അറിയില്ലല്ലോ. ആയ കാലത്ത് നിങ്ങൾ ഇന്റെ എത്ര സ്കൂൾ പോയിട്ടുണ്ടോ? ഇന്റെ എത്ര പഠിപ്പും വിവരങ്ങളൊക്കെ ഉണ്ടോ? നിങ്ങൾക്ക് എത്ര മാർക്ക് SLC-യിൽ എന്ന് പറഞ്ഞ് ഒരു കമന്റ്. ഇത് കേൾക്കുമ്പോ സ്വാഭാവികമായിട്ടും ഇത്തലക്കൊന്നും വരും സംസാരം. അച്ഛൻ തിരിച്ചും പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹവും കഴിഞ്ഞ് കലഹത്തിന്റെ അപ്പുറത്തെത്തുമ്പോഴാണ് കുട്ടി പറയുക, താങ്ക് യു മമ്മി, താങ്ക് യു ഡാഡി, ഒന്നാം ലോകമഹായുദ്ധം എങ്ങനെ ഉണ്ടായതെന്ന് ഇപ്പൊ ശരിക്കും മനസ്സിലായി എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ കലഹപ്രിയനായി നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിക്ക് നോക്കിയ കലഹം, എപ്പോഴും ബഹളങ്ങള്, സ്വസ്ഥതയില്ലാത്ത സമാധാനമില്ലാത്ത ജീവിതമാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അടിസ്ഥാനപരമായി അള്ളാഹു ഉണ്ടെന്ന ബോധം, ഞാൻ എന്ന ബോധത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അപ്പോഴാണ് അള്ളാഹു ഉണ്ട് എന്ന ബോധം വരിക. ഞാൻ എന്ന ബോധത്തിൽ നിന്നാണ് അള്ളാഹു ഉണ്ട് എന്ന ബോധത്തിലേക്ക് നമ്മൾ വരിക, അല്ലേ? അപ്പോ മനുഷ്യന്റെ മനസ്സിനെ ബാധിച്ചിട്ടുള്ള ഈ അന്ധത, ഈ വലിയ ബ്ലാക്ക് ഹോൾ, അതെടുത്ത് കളയാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓട്ടോമാറ്റിക്കലി നമ്മൾ അതെടുത്ത് കളഞ്ഞാൽ ഫിത്രത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ആ ഫിത്രത്ത് നമുക്ക് തരും. അതിന്റെ വലിയ ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കും. പക്ഷേ മനസ്സിന്റെ കറകളെ എടുത്തു കളയാൻ പറ്റണം. മനസ്സിന്റെ കറകളെ എടുത്തു കളയാൻ പറ്റണം. ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ചെന്ന് ആ കറകളെ പറിച്ചെടുത്തൊഴിവാക്കണം. നമ്മുടെ ചിന്തകൾ, ചിന്താമണ്ഡലങ്ങളിലെ മോശത്തരങ്ങൾ, മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മുടെ അബദ്ധധാരണകൾ, മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ പറയുന്ന പറച്ചിലുകൾ, സംസാരങ്ങൾ, പ്രകടിപ്പിക്കലുകൾ, മറ്റൊരാളോട് തെറ്റുകുറ്റങ്ങൾ ഒരാളുടേത് മറ്റൊരാളോട് പറയൽ, സംസാരിക്കൽ, എല്ലാം അങ്ങനെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ തെറ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഒറിജിനൽ സ്വഭാവത്തിലേക്ക് എത്താൻ പറ്റാത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇത് തന്നെയാണ്. മാറ്റം വരേണ്ടത് ഖൽബിന്റെ അകത്താണ്. ഉള്ളിന്റെ ഉള്ളിലുള്ള ഈ കറുത്ത കറകളെ നീക്കിക്കഴിഞ്ഞ് അവിടെ വെളുത്ത നല്ല പ്രകാശം സ്ഫുരിക്കുന്ന വജ്രസമാനമായ ഒരു ഞാൻ, അതിനെയാണ് നമ്മൾ ദർശിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റുക, അല്ലേ? ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരും അവരുടെ വരവിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അവരുടെ ദുആകൾ പറഞ്ഞപ്പോഴും ഒക്കെ പരിശുദ്ധമായ ഖുർആൻ ഈ കളയൽ തന്ത്രം പറയുന്നുണ്ട്. മനസ്സിന്റെ ഉള്ളിലെ മ്ലേച്ഛതകളെ ഒഴിവാക്കുക. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാണ്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. ഉള്ളിലെ കറകളെ, മലീമസമായ ചുറ്റുപാടുകളെ എടുത്തൊഴിവാക്കാൻ അങ്ങനെ ഒരു പ്രവാചകൻ, അല്ലേ? സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധമായ കഅബാലയം പണിതുകൊണ്ട് ഒരു ദുആ നടത്തുന്നുണ്ട്. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. അവിടെയും മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപയോഗിച്ച പദം അത് തന്നെയാണ്, തസ്കിയത്ത്. ഉള്ളിലെ മ്ലേച്ഛതകളെ ഒഴിവാക്കി കളയൽ. ആദരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിനെ കുറിച്ച് പറഞ്ഞപ്പോഴും തസ്കിയത്താണ് പറഞ്ഞത്. ഈ മനസ്സിനെ സ്ഫുടം ചെയ്തെടുക്കുക. ആധുനിക ഭാഷയിൽ പലതും പറയും, സൈക്കോളജിയുടെ ഭാഷയിലും
പിന്നെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിന്റെ ഭാഷയിലൊക്കെ പറയും, മനസ്സിന്റെ ഉള്ളിലുള്ള അവന്റെ അൺകോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞിട്ടുള്ള എല്ലാത്തരം മ്ലേച്ഛതകളെയും ഒഴിവാക്കാൻ. ഇത് കാലങ്ങൾക്ക് മുമ്പേ ഖുർആൻ പറഞ്ഞതാണ്. പ്രവാചകന്മാരുടെ വരവ് മുഴുവൻ ഇതിനു വേണ്ടിയാണ്, അല്ലേ? സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇത് തന്നെയാണ്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂരി സീനാ പർവ്വതത്തിന്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞതും ഇത് തന്നെയാണ്, അല്ലേ? എന്താണ് മൂസ നിങ്ങൾ ചെയ്യേണ്ടത്? ഇദ്ഹബ് ഇലാ ഫിർഔൻ, നിങ്ങൾ ഫറവയുടെ അടുത്തേക്ക് പോകണം. ഫഖുൽ, എന്നിട്ട് മൂസ നബിയെ നിങ്ങൾ പറയണം, ഹൽ ലക ഇലാ അൻ തസക്ക, ഖൽബിന്റെ ഉള്ളിലെ ഈ മ്ലേച്ഛതകളെ എടുത്ത് അടിസ്ഥാനപരമായ ആ വജ്രസമാനമായ ഞാൻ എന്ന ആ മഹാലോകത്തേക്ക് നിനക്ക് ഇനിയും പ്രവേശിക്കാനായില്ലേ ഫറോവേ എന്ന് നിങ്ങൾ പറയണമെന്ന് സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്തിനേറെ പറയണം, പരിശുദ്ധമായ ഖുർആനിൽ ഇത്രയേറെ സത്യം ചെയ്ത് പറഞ്ഞത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അൺകോൺഷ്യസ് മൈൻഡിലുള്ള നമ്മുടെ അങ്ങനെയാണ്, പുറമോടിയൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമ്മളെ ഒന്നുകൂടി മണ്ടത്തരം പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ശരിയാവുമെന്നറിയില്ല. ഞാനെന്റെ ഒരു അഭിപ്രായം പങ്കുവെക്കുകയാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ ആളുകളോടൊക്കെ പറയൽ എങ്ങനെയാണ്, നിങ്ങൾ ഒരു സസിൽ പോകുമ്പോൾ ഇങ്ങനെ നിൽക്കണം, കൈ എങ്ങനെ വെക്കണം, ഷർട്ടിന്റെ കോളർ അങ്ങനെ വേണം, ഒരു ചെയറിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കേണ്ട രീതി ഇങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ അവന്റെ ഉള്ളിൽ ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കുകയാണ്. അടിസ്ഥാനപരമായി അവന്റെ ഉള്ളിൽ ഇല്ലാത്ത ഒന്ന്, ഒരു മാസ്ക്. ശരിക്കും പറഞ്ഞാൽ ഈ മാസ്കാണ് നമ്മൾ എടുത്തൊഴിവാക്കേണ്ടത്. ഇതാണ് നിഫാഖിന്റെ മാസ്ക്. ഈ മാസ്കാണ് നമ്മൾ എടുത്തൊഴിവാക്കേണ്ടത്. എപ്പോഴും നമ്മൾ മുഖംമൂടി വെച്ചേ സംസാരിക്കൂ, അല്ലേ? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെയാണ്. മുഖംമൂടി ധരിക്കുക, ഒരു മുഖംമൂടി ഇട്ടിട്ട് ഇങ്ങനെ ചമഞ്ഞൊരുങ്ങി നിൽക്കുക. ശരിക്കും പറഞ്ഞാൽ പേഴ്സണാലിറ്റി അല്ല, അടിസ്ഥാനപരമായി ഇൻഡിവിജ്വാലിറ്റി, ഞാൻ എന്ന വ്യക്തിത്വബോധം, അതിലേക്കാണ് നമ്മൾ വളർന്നു വരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനിലെ ഇത്രത്തോളം സത്യം ചെയ്ത് പറഞ്ഞൊരു കാര്യം ഇല്ല. എന്താ ഖുർആൻ പറഞ്ഞത്? വശംസി സൂറത്ത് നമ്മുടെ മുമ്പിൽ തെളിവാണ്, അല്ലേ? വശംസി സൂറത്ത് നമ്മുടെ മുമ്പിൽ തെളിവാണ്. വശംസി വദുഹാഹ എന്നാലോചിച്ചു നോക്കൂ. സൂറത്ത് ശംസ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത് തന്നെയാണ്. മനസ്സിനെ മാറ്റിയെടുക്കാൻ സമയമായിട്ടുണ്ടെന്ന് നമ്മൾ അറിയിക്കുകയാണ് പരിശുദ്ധമായ ഖുർആൻ, അല്ലേ? സൂറത്ത് ശംസ്, വശംസി വദുഹാഹ, അല്ലേ? വൽ ഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ശാഹ വസ്സമാഇ വമാ ബനാഹ والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖദ് അഫ്ലഹ മൻ സക്കാഹ, അല്ലേ? എന്താണ് മാദിയായ ഫീലിന്റെ മുമ്പിൽ ഖദ് എന്ന പ്രയോഗം വന്നാൽ? ഖദ് എന്ന പ്രയോഗം വന്നാൽ അതങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നു. അതിനെ, ആ മനസ്സിനെ സ്ഫുടം ചെയ്തെടുത്ത് ഞാൻ എന്ന സത്വബോധത്തിലേക്ക് എത്തിയവൻ ഖദ് അഫ്ലഹ, വിജയിക്കും എന്നല്ല പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. സ്ഫുടം ചെയ്തെടുക്കുന്നവൻ വിജയിച്ചിരിക്കുക തന്നെ ചെയ്യുമെന്നാണ്. കഴിഞ്ഞു പോയതായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ ഖുർആനിൽ ഇത്രത്തോളം സത്യം ചെയ്തു പറഞ്ഞത് ഈ തസ്കിയത്താണ്. ഈ തസ്കിയത്ത് കാലങ്ങൾക്ക് മുമ്പേ തന്നെ പറഞ്ഞ കാര്യമാണ്. ഇന്നത് സത്യം പറഞ്ഞാൽ ഖുർആനിന്റെ വചനങ്ങളും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വശ്യവജസ്സുകളൊക്കെ ഇന്ന് പുലർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ വന്നതാണ്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ മുമ്പിൽ പറഞ്ഞു പോയതാണ് എന്നൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന സമയത്ത് പിന്നെ എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട സഹോദര ദുഃഖമുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥമായ ഫിത്രത്തിലേക്ക് നടന്നു പോകാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വരദാനമായി നമുക്ക് നൽകിയതാണ് ഈ ഫിത്രത്ത്. പക്ഷേ നമ്മൾ കണ്ടെത്തുന്നില്ല. അടിസ്ഥാനപരമായ ഞാൻ എന്താണെന്ന് നമ്മൾ കണ്ടെത്തുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. എല്ലാ പ്രശ്നത്തിനും കാരണക്കാരൻ നമ്മളാണെന്നുള്ള ബോധം നമ്മൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കുത്തിവെക്കണം. എല്ലാത്തിനും കാരണക്കാരൻ ഞാൻ മാത്രമാണെന്ന ബോധം എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിലെ കാലത്തുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിഷയത്തിൽ ഒരുപാട് സംസാരിക്കാനുണ്ട്. ഘട്ടം ഘട്ടമായി ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിൽ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഒഴിവ് കിട്ടുന്നതിന് അനുസരിച്ച് ഇൻഷാ അല്ലാഹ് സംസാരിക്കും. അല്ലേ? നമ്മൾ എപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരു വിളി അള്ളാഹുവിനെ വിളിച്ചിട്ടുള്ളത്? ഇല്ല. ഉള്ളിന്റെ ഉള്ളിൽ അറിഞ്ഞുകൊണ്ടൊരു സുബ്ഹാനല്ലാഹ് നമ്മൾ പറഞ്ഞിട്ടില്ല. ഉള്ളിന്റെ ഉള്ളിൽ അറിഞ്ഞുകൊണ്ട് നമ്മളൊരു ഇബാദത്ത് ചെയ്തിട്ടില്ല. ജീവിതം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ ശ്വസിക്കുന്ന ശ്വാസത്തിലും ദർശിക്കുന്ന ദർശനങ്ങളിലും കേൾവിയിലും ചിന്താമണ്ഡലങ്ങളിലുമൊക്കെ അല്ലാഹു നിറയുമ്പോഴാണ് സത്യം പറഞ്ഞാൽ സയ്യിദനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കെങ്കിലും നമുക്ക് വളരാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന ഈ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നമ്മളൊന്ന് ഒരുപാട് നമ്മൾ എത്ര പറഞ്ഞാലും അല്ലാഹു ചെയ്തു തന്ന ഈ അനുഗ്രഹങ്ങൾ, അതിന്റെ വലിയൊരു ലോകം, ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ബോഡി ഫിറ്റ്നസ്, നമ്മുടെ ശരീരത്തിന്റെ ഘടന തന്നെയാണ്. എത്ര മനോഹരായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാലും നമുക്ക് പരാതിയാണ്, പരിഭവങ്ങളാണ്. അല്ലേ? ഇല്ലാത്തവന്റെ, കണ്ണില്ലാത്തവന്റെ, കാഴ്ചയില്ലാത്തവന്റെ, അന്ധന്റെ, ബധിരന്റെ, മൂകന്റെ ദുഃഖങ്ങളെക്കുറിച്ച്, പ്രയാസങ്ങളെക്കുറിച്ച്, വിഷമങ്ങളെക്കുറിച്ച് നമ്മളൊന്നും ബോധവാന്മാരല്ല. സത്യം പറഞ്ഞാൽ നമ്മൾ എത്ര അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടും അല്ലേ നമ്മൾ അല്ലാഹുവിനെ കുറ്റം പറയാനാണ് സമയം ചെലവഴിക്കാറുള്ളത്. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, നീയൊക്കെ തന്നു, ഞങ്ങൾ അനുഭവിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ യാതനകളും ഞങ്ങളുടെ വേദനകളും ഒക്കെ വെറും സൂചനകൾ മാത്രമാണ്. അല്ലേ? അല്ലാഹുവിന്റെ മുമ്പിൽ അങ്ങനെ പറയാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ. ഏറ്റവും വലിയ കരുണയുടെ സമുദ്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറുകയാണ്. കൃപയുടെ വലിയ ലോകമാണ് അല്ലാഹു എന്ന് ഉള്ളിന്റെ ഉള്ളിലെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സന്തോഷമുള്ള ജീവിതമാണ് നയിക്കാൻ പറ്റുക. എവിടെ നിന്ന് വന്നാലും, ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് പ്രശ്നങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ഉള്ളിന്റെ ഉള്ളിലെ കറകളഞ്ഞ മനസ്സ്, കറകളഞ്ഞ ഹൃദയം, അല്ലാഹുവിനെ കുറിച്ചുള്ള ആ തുടിക്കുന്ന മനസ്സ്, അതാണ് സത്യം പറഞ്ഞാൽ ആ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോഴാണ് വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തുള്ള ഈ വലിയ അനുഗ്രഹങ്ങളുടെ ലോകത്തേക്ക് ഇനിയും പ്രവേശിക്കാത്ത മഹാപ്രപഞ്ചത്തിലേക്ക് നമ്മൾ ഇനിയും യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനെ ചെയ്യേണ്ടത് ഞാൻ ആരാണെന്ന ബോധമാണ്. സൈക്കോളജിയിലൊക്കെ പഠിപ്പിക്കുന്നത് അതാണ്, എന്നാണ്. ഐനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ 95% അവന്റെ പ്രോബ്ലംസുകളൊക്കെ സോൾവ് ആയി എന്നാണ്. ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാരണക്കാരൻ ഞാനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് 95% അവന്റെ പ്രശ്നങ്ങൾ തീർന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ 15 വയസ്സിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് ചേക്കേറി വന്ന പല സ്വഭാവങ്ങളുണ്ട്, ദുർഗുണങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ഫിത്രത്തിനെ മാറ്റിമറിച്ചിട്ടുള്ളത് ഇതാണ്. അവിടെയാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് മനസ്സിലാക്കേണ്ടത്. അതിനെ, ഈ ദേഷ്യത്തെ, അല്ലേ, നമുക്ക് എത്ര ആൾക്കാരോട് ദേഷ്യവും
എന്ത് വിഷയത്തിന്റെ പേരിൽ നമുക്കൊരാളോട് ദേഷ്യമുള്ളത്? സില്ലി മാറ്റേഴ്സ്, ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ നമുക്ക് മറ്റൊരാളോട് ദേഷ്യം തോന്നാറുണ്ട്, അല്ലേ? അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എത്ര മനോഹരമായ വാക്കുകളാണ് അതൊക്കെ, അല്ലേ? ലൈസ ശദീദു ബിസ്സുർഅ, ലൈസ ശദീദു ബിസ്സുർഅ. ഗുസ്തിയിൽ ജയിക്കുന്നയാളല്ല ശക്തവാൻ. ഇന്നമ ശദീദ്, ഇന്നമ യംലികു നഫ്സുഹു ഇൻദൽ ഗളബ്. ദേഷ്യം വരുമ്പോൾ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റണം. സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ പിടുത്തം വിടലാണ്. ദേഷ്യം വരുമ്പോൾ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റണം. അവിടെയാണ്, അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഞാൻ ആരാണെന്ന ബോധം ഉണരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലേ? എന്നാലോചിച്ച് നോക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഈ അനുഗ്രഹങ്ങൾ അതെത്രയാ, അതിന്റെ ലോകത്ര വലുതാ, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നു, അല്ലേ? നമ്മൾ പലപ്പോഴും കാലത്തെ കുറ്റം പറയാറുണ്ട്. കാലം ശരിക്കും പറഞ്ഞാൽ പിന്നെ പുതിയ നമ്മുടെ NLPയുടെ ഒക്കെ അല്ലെങ്കിൽ സൈക്കോളജിയുടെ ഒക്കെ ഭാഗമായിട്ട് പറയുന്ന ആളുകൾ ഒക്കെ പറയാറുണ്ട്, സമയം എന്ന് പറഞ്ഞതില്ല. അതാണ് ശരി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഞാനൊരു ഉദാഹരണത്തിന് പറയാണ്, ശരി, പിന്നെ ശറഈ വിധിപ്രകാരം തെറ്റാണ്, പക്ഷെ പിന്നെ പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് കാമുകന്മാർ, അവർ രണ്ടുപേർക്ക് ഒരു ദിവസം മുഴുവൻ അവർക്ക് നൽകുക. വേറൊരാളെ വിളിച്ചുകൊണ്ട് ഒരു മയ്യത്തിന്റെ മുമ്പിൽ ഇരുത്തുക. ഒരു ദിവസം മുഴുവൻ മയ്യത്തിന്റെ അടുത്ത് ഇരുന്നോ എന്ന് അവനോട് പറയാം, വേറെ ആരും ഇരുത്താതിരിക്കുക. സത്യം പറഞ്ഞാൽ ഇവിടെ രണ്ടുപേരുടെയും ടൈം വ്യത്യാസപ്പെടും. കാമുകന്മാർക്ക് ഒരു പക്ഷെ എന്തായിട്ടുണ്ടാകും, സമയം ഒരുപാട് പെട്ടെന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടാവും. മയ്യത്തിന്റെ അടുത്തിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പേടിയായി ബേജാറായിട്ട് സമയം നീങ്ങുന്നേ ഉണ്ടാവില്ല. ഇതാണ് ആധുനികത പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നമാ അനദ്ദഹർ, കാലം ഞാനാണ് കാലം. വലാ തസുബ്ബുദ്ദഹർ, നിങ്ങൾ കാലത്തെ കുറ്റം പറയേണ്ടതില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലേ? അതെ, നമ്മള് നഈബു സമാനാന വൽ ഐബു ഫീന, അല്ലേ? അതാണ് മഹാനായ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നമ്മൾ കാലത്തെ വെറുതെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അബൂ സവാദ് നമ്മൾ വെറുതെ ഇങ്ങനെ കാലത്തിന്റെ പ്രശ്നമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുത്തിയിരിക്കുകയാണ്. പെണ്ണുങ്ങളെ കുറ്റം കാണുന്നതിൽ നമ്മൾ മുമ്പിലാണ്. എന്തെങ്കിലും സില്ലി മാറ്റേഴ്സ് വരുമ്പോൾ ഫോണിലൂടെ നമ്മളൊക്കെ ചൂടാവലില്ലേ? എന്തൊക്കെയാ നമ്മൾ പറയാറുള്ളത്? ദേഷ്യപ്പെടാറില്ലേ? ചെറിയ 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 കാര്യങ്ങളുടെ പേരിൽ നമ്മളിങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ അടിസ്ഥാനപരമായി വരുന്ന ഈ ദേഷ്യത്തെ നമുക്ക് മുൻകടക്കാൻ പറ്റണം. അതിന്റെ മുകളിൽ അടിസ്ഥാനപരമായ നമ്മുടെ ഫിത്രത്ത് കടന്നു വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പ് വെച്ച് തന്നെ അനുഗ്രഹിച്ചിട്ടുള്ള ഈ മനോഹരമായ ഫിത്രത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മയിലേക്ക് സഞ്ചരിക്കാനുള്ള പാതകളാണ് നമ്മൾ വെട്ടിത്തുറക്കേണ്ടത്, അല്ലേ? ഇപ്പൊ നോക്കൂ, ഒരു കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ്, നമ്മൾ ഒരുപാട് ശിഷ്യന്മാരും ഒരുപാടെന്ന് പറഞ്ഞു പഠിച്ചോനെ കേട്ടോ, കുട്ടികളോടൊക്കെ ചിലപ്പം ചോദിക്കാറുണ്ട്, വാപ്പയും ഉമ്മയും വാപ്പച്ചിയും ഉമ്മച്ചിയൊക്കെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള സമയം എപ്പോഴാണ്? മക്കളോട് ഏറ്റവും കൂടുതൽ, ഇനി സ്വന്തം ആലോചിക്കാം, എന്റെ ശബ്ദം കേൾക്കുന്നവർക്കൊക്കെ സ്വന്തം ആലോചിക്കാം. നമ്മളെ കുട്ടികളോട് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് എപ്പോഴാണ്? എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം വരുമ്പോഴാണ്, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോഴാണ് ഓനോടൊന്ന് സംസാരിക്കുക. നന്മ വരുമ്പോൾ നമ്മൾ സംസാരിക്കാറില്ല. എന്ന് വെച്ചാൽ നെഗറ്റീവുകൾ എവിടെ ഉണ്ടോ നമ്മൾ അവിടെ ചാടിയെത്തും. എവിടെ ഉണ്ടെങ്കിലും അവിടെ നമ്മൾ ചാടി വീണ് നമ്മൾ ആളാകാൻ ശ്രമിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളെ ഉള്ളിന്റെ ഉള്ളിനെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ രോഗമാണത്.
വലിയ രോഗമാണ്, ഉള്ളിന്റെ ഉള്ളിനെ ബാധിച്ചിരിക്കുന്ന വലിയ രോഗമാണ്. മഹാനായ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി, മൻസൂർ അലിക്കൊക്കെ ചിരിക്കുന്നുണ്ട്. ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി സവിസ്തരം ഇഹ്യാ ഉലൂമുദ്ദീൻ അത് മനോഹരമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് കിതാബ് അജായിബുൽ ഖൽബില്. മനസ്സിന്റെ രഹസ്യങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ഗസാലി ഇമാമ് വലിയ അത്ഭുതങ്ങളുടെ കലവറയെ നമ്മുടെ മുമ്പിൽ തുറന്നിട്ട് എഴുതുന്നുണ്ട്. ടെക്നോളജിയും അല്ലെങ്കിൽ പിന്നെ ആധുനിക സയൻസും ശാസ്ത്രവും സൈക്കോളജിയും തേങ്ങാപിണ്ണാക്കൊക്കെ ഇപ്പോഴാണ് അതൊക്കെ കണ്ടെത്തിയത്. മഹാന്മാരത് കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മനുഷ്യന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? സയ്യിദുനാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതും പറഞ്ഞില്ലേ, അമ്മാറത്തും ബിസ്സൂ, അവിടെ അങ്ങനെയാണ്, അമ്മാറത്താണ്, അങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ഉള്ളിന്റെ ഉള്ളിൽ പിന്നെ അത് എന്നാണോ നമ്മൾ കുത്തിവെക്കുന്നത് അന്നായിരിക്കും യഥാർത്ഥ ഞാൻ എന്ന ബോധത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക. നന്മയിലേക്കുള്ള നമ്മുടെ ഓരോ അനക്കങ്ങൾ പോലും, ഒരനക്കം പോലും അല്ലേ, അത് നന്മയാണ്. അതുകൊണ്ടാണ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലൂടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ കാണാൻ പറ്റും. നന്മയിലേക്ക് സഞ്ചരിക്കുന്ന വഴികൾ പോലും വലിയ നന്മയാണ് അല്ലേ? ജീവിത കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ചോർത്ത് വിലപിച്ചിട്ട് കാര്യമില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയി, വരാനുള്ളത് വന്നുപോയി എന്ന ബോധമാണ്, ബാക്കിയുള്ള ശിഷ്ടകാലമാണ് നമ്മൾ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ടത്. അല്ലാതെ പള്ളിന്റെ മൂലക്ക് പോയിരുന്ന് ദുഃഖിച്ചിരുന്ന് പോയി കുത്തിയിരുന്ന് പിന്നെ വെറുതെ സമയം കളയലല്ല യഥാർത്ഥത്തിലുള്ള തൗബ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വകാര്യമായ ജീവിതം കൊണ്ട് നമ്മൾ തെളിയിക്കേണ്ട കാര്യമാണ് യഥാർത്ഥത്തിൽ അതൊക്കെ അല്ലേ. പക്ഷേ ഇന്നിപ്പോ അതൊക്കെ തലയിരിച്ചിട്ടുള്ള അവസ്ഥയാണ് അല്ലേ. വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജാഗ്രതയാണ്. പിയം വരുന്നുണ്ട്, ശ്രദ്ധ മാറുന്നു. ജാഗ്രതയാണ്, മനസ്സിന്റെ ജാഗ്രതയാണ്. എപ്പോഴും തെറ്റിലേക്ക് പിടിവള്ളി വിട്ട് നഷ്ടപ്പെട്ട് ആഴക്കഴങ്ങളിലേക്ക് വീണുപോകുമോ എന്ന ബേജാറും വേദനയുമാണ് സത്യം പറഞ്ഞാല് നമ്മളെ മനസ്സിലുണ്ടാകേണ്ടത്. ജാഗ്രതയായിരിക്കണം. ജീവിതത്തെ കാണേണ്ടത് ജാഗ്രതയോടുകൂടിയായിരിക്കണം. ഈ ജാഗ്രതയോടുകൂടി ജീവിതത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിലുള്ള സന്തോഷം നമുക്ക് കിട്ടുക. യഥാർത്ഥത്തിലുള്ള സന്തോഷം അപ്പോഴാണ് നമുക്ക് കൈവരിക അല്ലേ. സമയം വളരെ പ്രധാനമാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമയം വളരെ പ്രധാനമാണ്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്ന എല്ലാ ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ പിടിപ്പുകേടുകൾ കൊണ്ടുണ്ടാകുന്നതാണ്. നമ്മുടെ അകത്തുനിന്ന് തന്നെയാണ് നമ്മളിലേക്ക് വരുന്നത് അല്ലേ. അതിനൊക്കെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അസൂയയാണ്, പകയാണ്, വ്യാമോഹമാണ്, അത്യാഗ്രഹമാണ്. ഇതൊക്കെയാണ് അതിന്റെ പിന്നിൽ നമ്മളെ ചലിപ്പിക്കുന്നത്. മനസ്സിൽ നിന്ന് നമ്മൾ അതൊക്കെ ഏത് കാലത്താണോ ഒഴിവാക്കുന്നത് അവിടെ ശേഷിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ, തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഫിത്രത്തായിരിക്കും. പരമമായ ആനന്ദമായിരിക്കും, പരമമായ സംതൃപ്തിയായിരിക്കും, കൃതജ്ഞത മാത്രമായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ പിന്നീട് ശേഷിക്കുക അല്ലേ. പിന്നീട് ശേഷിക്കലതാണ്. പിന്നെ അവന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ടാകേണ്ട ബോധം എന്താണ്? മുസ്ലിമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉള്ളിലുണ്ടാകേണ്ട ബോധം എന്താണ്? കഷ്ടപ്പാട് എന്ന് പറയുന്നത് ദുന്യവിയായ ജീവിതത്തിൽ സ്വാഭാവികമാണ്. അത് സ്വാഭാവികമാണ്. ഞാൻ ഇന്നേക്ക് മാത്രമായി എത്തിയ പുറത്തു നിന്നുള്ള ഒരു വിരുന്നുകാരനാണ് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാകേണ്ടത്. ഈ സുഭിക്ഷതയും ഈ കഷ്ടപ്പാടും ഇത് ഇവിടേക്ക് മാത്രമാണുള്ളതെന്ന ബോധം വരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സ്വർഗത്തെക്കുറിച്ചുള്ള ബോധം നമ്മുടെ മനസ്സിൽ മനോമുകുരങ്ങളിലൊക്കെ തെളിഞ്ഞു വരുന്നത് അല്ലേ. ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ അസ്തമയത്തോടുകൂടി നമ്മൾ തിരിച്ചു പോകുന്നത് യാഥാർത്ഥ്യങ്ങളിലേക്കാണ്.
കേവലം ഒരു ദിവസത്തിന് വേണ്ടി വന്ന് നമ്മൾ ആ ദിവസത്തിന്റെ അവസാനം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുപോക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ഇത്തരം ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ പിന്നെ തെറ്റുകൾ സംഭവിക്കാതെ പുരളാതെ മലീമസമായ ചുറ്റുപാടുകളിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കും. കർമ്മത്തിലും ധ്യാനത്തിലും പ്രാർത്ഥനയിലുമായി ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മൾ പ്രയോജനപ്പെടുത്തും. നമ്മൾ പ്രതിജ്ഞയെടുക്കും, ഇന്ന് ഞാൻ നല്ലതല്ലാത്തതൊന്നും ഉരിയാടില്ല, എന്റെ വാക്കുകൾ കൊണ്ട് ഞാൻ ആരെയും നോവിക്കില്ല, ചിട്ടയോടെ ജീവിക്കും, എന്റെ മനസ്സും ശരീരവും പരമാവധി വൃത്തിയായി ഞാൻ സൂക്ഷിക്കും, ഏറ്റവും കുലീനനായി മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ ബിഹേവ് ചെയ്യും. എന്റെ ബിഹേവിയർ, എന്റെ തദാഖുലാത്ത്, എന്റെ ഇടപെടലുകൾ, എന്റെ വീട്ടുകാരുമായിട്ടുള്ള സംസാരം, എന്റെ ഭാര്യയുമായിട്ടുള്ള ഇടപെടലുകൾ, നിർത്താം എല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉണരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല